ഇവൻ ആറുമുഖം, ഒരു പാമ്പാട്ടി. ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും താൻ കൂടയിലൊതുക്കിയ പാമ്പുകളാണെന്ന് കരുതുന്നവൻ. തൻ്റെ മകടിയൂത്ത് കേട്ട് എങ്ങനെ പാമ്പുകൾ തൻ്റെ വരുതിക്കുള്ളിൽ വരുന്നുവോ അതുപോലെയാ എല്ലാ പെണ്ണുങ്ങളും എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നവൻ. ഈ ധാരണ വെച്ച് പുലർത്തി അവൻ പെണ്ണുങ്ങളെ വശത്താക്കും, കീഴ്പ്പെടുത്തും, ഒരിടം കഴിഞ്ഞ് മറ്റൊരിടം തേടിപ്പോകും. ഇവൾ റുക്കു, ജീവിതാനുഭവം കൊണ്ട് എന്തിനെ നേരിടാനുള്ള തൻ്റെ ഇടമുള്ളവൾ, കൈരേഖാശാസ്ത്രം നോക്കി ജീവിക്കുന്നവൾ. അവളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ തൻ്റെ മനസ്സൊരുത്തൻ വേദനിപ്പിച്ച് ഉപേക്ഷിച്ചു പോയതുകൊണ്ട് എല്ലാ ആണുങ്ങളെയും ശത്രുക്കളായി കാണുന്നവൾ. അവളോട് അടുത്തിടപഴകണമെന്ന് ആരാഗ്രഹിച്ചാലും അവളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് എല്ലാവരും ഭയപ്പെടുന്നു. അവൾക്കൊരു അനിയത്തി ഉണ്ടായപ്പോൾ അവളുടെ അച്ഛൻ അനിയത്തിയുടെ വായിൽ നെന്മണിയിട്ട് കൊല്ലുന്ന ക്രൂരമായ കാഴ്ച കണ്ട് മനസ്സ് തകർന്നു പോയതുകൊണ്ടും ചേച്ചിയുടെ കൈപ്പേറിയ കുടുംബജീവിതം കണ്ടും തനിക്ക് കല്യാണമേ വേണ്ടാന്ന് ഉറച്ചു തീരുമാനിച്ച് ജീവിക്കുന്നവൾ. ഇത് നരിയൻ മുനിയാണ്ടി, നാട്ടിലെ ഒരു വലിയ റൗഡി. റുക്കുവിനെ എങ്ങനെയെങ്കിലും വശത്താക്കണമെന്ന് നോക്കിയിട്ട് അത് സാധിക്കാത്തതിൻ്റെ പേരിൽ അവളെ എന്നും ഒരു ശത്രുവായി കാണുന്നവൻ. അതുമാത്രമല്ല, താൻ ചെയ്ത കുറ്റത്തിന് റുക്കു സാക്ഷി പറഞ്ഞതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവൻ. എങ്ങനെങ്കിലും അവളെ വശത്താക്കി നശിപ്പിക്കണമെന്ന ഒറ്റ ചിന്തയിൽ ജീവിക്കുന്നവൻ. ഇത് വാസൻ മാഷ്, സ്കൂൾ അധ്യാപകനാണ്. താനൊരു കവിയാണെന്ന് സ്വയം വിചാരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നവൻ. അയാളും അവളെ വശത്താക്കാൻ അവളുടെ പിന്നാലെയാണ്. ഇത് ഹനുമാൻ ചെങ്കുട്ടവൻ, ഈ നാട്ടിലെ ഹനുമാൻ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. എന്നാലും അയാളും റുക്കുവിൻ്റെ പിന്നാലെയാണ്. ഇയാൾ റുക്കുവിനെ കാണാൻ വേണ്ടി മാത്രം എല്ലാ ദിവസവും കൃത്യസമയത്ത് അവൾ വരുന്ന വഴിയിൽ കാത്തു നിൽക്കുന്നതാണ് തൻ്റെ ജന്മസാഫല്യമെന്ന് കരുതുന്നവൻ. നകുലനും ഗ്രാമത്തിലെ കൊച്ചുകുട്ടികളും. നകുലൻ ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാണ്. ഇവൻ റുക്കുവിൻ്റെ അനിയനാണ്. ഗ്രാമത്തിലുള്ളവർ സ്നേഹിക്കുന്ന കൊച്ചുകുട്ടികളോടൊപ്പം ഇവനും ഒരു കൊച്ചുകുട്ടിയായി ജീവിക്കുന്നു. ഈ നാട്ടിലുള്ള 4 ചെറുപ്പക്കാർ, അവർ 4 പേരും ഒത്തുചേർന്ന് എങ്ങനെയെങ്കിലും റുക്കുവിനെ വശത്താക്കി അവളെ കീഴ്പ്പെടുത്തണമെന്ന് വിചാരിച്ച് എല്ലാ അപവാദങ്ങളും പറഞ്ഞ് ഓരോ ദിവസവും തള്ളി നീക്കുന്നവർ. ആണ്ടവന് മല ചവിട്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. ശരിയേട്ടാ. അങ്ങോട്ട് നോക്കടി, മരിച്ചു വരുന്നു. എടി, എന്താ പറഞ്ഞേ? എന്റെ ഭർത്താവ് പഴനിമല മുരുകനെ കാണാൻ പോയേക്ക. ആ പഴനിമല മുരുകൻ എനിക്കൊരു പുത്രഭാഗ്യം തരാതിരിക്കില്ല. നിന്റെ ഭർത്താവ് പഴനിക്ക് പോയ നിനക്ക് കുഞ്ഞുണ്ടാവോ? പോടി, അതെന്റെ കാര്യം. മച്ചിയാണെങ്കിലും അവളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. ചിപ്പോടി. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുക. എന്താ ഏട്ടാ, എന്തിനാ എത്ര ധൃതി? കുറച്ചേരം ഇരുന്നിട്ട് പോയിക്കൂടെ?
ആദ്യം നീ കൈയെടുക്ക്. ഇല്ല, ഞാൻ നിങ്ങളെ വിടില്ല. നീ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ, അയാൾക്ക് ഞാൻ ദ്രോഹം ചെയ്യില്ല. ദേവി ചെയ്ത് എന്നെ വിട്. എനിക്ക് തല കറങ്ങുന്ന പോലെ. അയ്യോ, എന്ത് എടാ ദ്രോഹി, എന്നെ വിട്. ഇത് കണ്ടില്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ ചെയ്തത്? എടാ ദ്രോഹി, നീ എന്റെ ഭാര്യയുടെ മേൽ കൈവച്ചല്ലേ? ഇല്ല സ്വാമി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്ക്. നിന്റെ വളഞ്ഞ ബുദ്ധി നീ എന്റെ അടുത്ത് തന്നെ ഇറക്കിയടാ. ആറുമുഖം, നീ എന്നെ ഇട്ടിട്ട് പോവാണോ? ഞാൻ തിരിച്ചു വരും പെണ്ണെ. നിങ്ങളെ വിശ്വസിക്കാമോ? തീർച്ചയായും. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ കാത്തിരിക്കും. എന്നെ ഒരിക്കലും ചതിക്കരുത്. ജോത്സ്യം നോക്കണോ? ജോത്സ്യം, കൈരേഖ ജോത്സ്യം നോക്കണോ? വാ. നിങ്ങളുടെ മുഖം നോക്കിയും പറയും, നിങ്ങളുടെ ലക്ഷണം നോക്കിയും പറയും. ജോത്സ്യം നോക്കണോ? വന്നോളൂ, കൈ ജോത്സ്യം നോക്കും. ജോത്സ്യം നോക്കണോ? ജോത്സ്യം, കൈരേഖ ജോത്സ്യം നോക്കണോ? ജോത്സ്യം, കൈ നോക്കി ജോത്സ്യം പറയും, മുഖലക്ഷണം നോക്കി ജോത്സ്യം പറയും. വന്നോളൂ, നിങ്ങളുടെ കൈ നോക്കി ജോത്സ്യം പറയും. ഐശ്വര്യ എപ്പോ വരാൻ പോകുന്നെന്ന് ജോത്സ്യം നോക്കി പറയും. വന്നോളൂ വന്നോളൂ, താലിഭാഗ്യം പറയും. ജോത്സ്യം നോക്കണോ? ജോത്സ്യം, വന്നോളൂ വന്നോളൂ, കൈ ജോത്സ്യം, വന്നോളൂ. നിങ്ങൾ പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചോ? പോയേ പറ്റൂ. ഒരു പാമ്പാട്ടിയുടെ ജീവിതം അങ്ങനെയാണല്ലോ, അവിടെ ഇവിടെയൊക്കെ അലയണം. എന്നെയും കൂടെ കൊണ്ടുപോകാൻ പാടില്ലേ? പറ്റില്ല മൈന. എന്താ അങ്ങനെ? പാമ്പാട്ടിക്ക് കൂട്ട് പാമ്പ് തന്നെയല്ലേ? നിങ്ങളല്ലേ നാഗപ്പാമ്പെന്ന് പറഞ്ഞേ? ഞാനും ഒരു പാമ്പല്ലേ? നീ മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം പാമ്പ് തന്നെയാണ്. പക്ഷേ നിന്നെ ഈ കൂട്ടിലടയ്ക്കാൻ പറ്റില്ലല്ലോ. ഇതാദ്യത്തെ അനുഭവമല്ല, അവസാനത്തെ അനുഭവമല്ല. ഇനി എത്ര പേരെ കാണാൻ കിടക്കുന്നു, മനസ്സിലായോ? എഴുന്നേക്കില്ല. ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുന്നില്ല. നിനക്ക് ദേഷ്യമാണോ? അങ്ങനെ നീല ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. എന്താ ഡള്ളായിട്ടിരിക്കുന്നത്? പെട്ടെന്ന് എത്ര വലിയ പാമ്പിനെ കണ്ടിട്ടുണ്ട്? ആനക്കൊണ്ട സൈസ്.
അതിൻ്റെ സൈസ്, അതിൻ്റെ പല്ല്, അതിൻ്റെ നാക്ക്, അതായത് അതിൻ്റെ പത്തി വിടർത്തിയ അതിൻ്റെ നാക്ക് അങ്ങനെ വെളിയിലോട്ട് നീട്ടി അതിൻ്റെ വിഷം ദൂരത്തേക്ക് ചീറ്റാനുള്ള കഴിവുണ്ട്. ജയ് ശ്രീറാം, ശ്രീറാം. സ്വാമി, ഈ നാട്ടിൽ എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നതിന് അനുഗ്രഹിക്കണം സ്വാമി, അനുഗ്രഹിക്കണം. ഈ നാട്ടിൽ നന്മ ഉണ്ടാകുന്നതിന് വേണ്ടി അനുഗ്രഹിക്കണേ. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? എന്ത് വേണം നിങ്ങൾക്ക്? സ്വാമി, എല്ലാവരും നന്നായിട്ട് ജയ് ശ്രീറാം, ജയ് ഹനുമാൻ, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞില്ലേ? എത്രയും പെട്ടെന്ന് പോ. 10 മിനിറ്റിനുള്ളിൽ പോയാൽ അനുഗ്രഹം കിട്ടും. എന്താ അങ്ങനെ? 9 മണി കഴിഞ്ഞാൽ പിന്നെ സ്വാമി മല കയറും. അതിനെന്താ ഇത്ര രഹസ്യം? അത് റുക്കു വരുന്ന സമയമാ. രുക്കോ? അതേത് അവതാരം? റുക്കുവിനെ അറിയില്ലേ? ഈ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, വീശുന്ന കാറ്റിനോട് ചോദിച്ചാലും അതും പറയും. താഴമ്പൂവിന്റെ മണമടിച്ച റുക്കു വരുവാണെന്നാ അതിന്റെ അർത്ഥം. നിങ്ങളാണോ പൂജാരി? അതെ, ഞാനാ ഹനുമാൻ പൂജാരി ചെങ്കുട്ടവൻ. നിങ്ങളടുത്ത് ജ്യോത്സ്യം നോക്കാൻ വേണ്ടി വന്നതാ. അതിനെന്താ, നോക്കാലോ. ഇങ്ങനെ കുറച്ച് ദൂരം പോയ എൻ്റെ വീടാ. ഹനുമാനെ മനസ്സിൽ വിചാരിച്ച് പൊക്കോ, ഞാൻ പുറകേ വരാം. ഇപ്പോ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഞങ്ങൾ പൊക്കോട്ടെ സ്വാമി. ജയ് ഹനുമാൻ. എന്തു പറ്റി? എന്താ ഇതുവരെ ഈ വഴി വരാത്തേ? ഹേ ആഞ്ജനേയ, ഞാൻ കാത്തിരിക്കുന്നത് വെറുതെ ആകൂ? ആ, സ്വാമി എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടോ? എന്താ സ്വാമി, ആരെയോ കാത്തു നിൽക്കാന്ന് തോന്നുന്നു. സ്വാമി, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് സ്വാമി ഒരു കാര്യമില്ല. ആ പെണ്ണിനെ നിങ്ങൾ എത്ര വീഴ്ത്താൻ ശ്രമിച്ചാലും നടക്കുകയില്ല. ഏത് പെണ്ണ്? ഞാൻ ദൈവത്തിന്റെ അരുളപ്പാടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് ഒരു പെണ്ണിനെ അറിയില്ല. ഞാൻ തന്നെ വലിയൊരു ബിരുദനാ. ആ എൻ്റെ അടുത്ത് തന്നെയാണ് സ്വാമി വേല കാണിക്കുന്നത്. എന്ത് വേല? നിങ്ങളും ആ മാഷും കൂടി ചേർന്ന് ആ പെണ്ണിനെ വളക്കാൻ നടക്കുന്നത് ഈ നാട്ടിൽ ആർക്കും അറിയാൻ പാടില്ലെന്നാ നിങ്ങളുടെ വിചാരം? അവള് വളയില്ല സ്വാമി, അവളെ തൊടാൻ കൂടി സാധിക്കില്ല. അവളൊരു നാഗപ്പാമ്പ്. ആണിന്റെ മണം അടിച്ചാൽ തന്നെ അവള് പത്തിവിടണം. നായിന്റെ മോനെ, നശിച്ചു പോകുന്നേ. എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നു. അയ്യോ ചേച്ചി, ഒച്ചെടുക്കല്ലേ, നാട്ടുകാരും കൂടി എന്റെ മാനം പോവും. ആളറിയാതെ കളിച്ചാലുണ്ടല്ലോ കരണക്കുറ്റി പുകയും. അയ്യോ ചേച്ചി, എന്റെ മാനം കളയല്ലേ. എന്റെ മാനം രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇവിടെ നോടി രക്ഷപ്പെട്ടോ. അതിനുള്ള രക്ഷപ്പെട്ടോ? അതേടി, റുക്ക് തന്റേടി തന്നെയാ. അല്ലെങ്കിൽ നിന്നെ പോലെ എന്നെയും കൂട്ടിലടച്ചിട്ടനെ. മക്കളെ, ഇതാ മുട്ടായി. ആ, ഇനി കൈ കാണിച്ചേ, വേദനിക്കത്തില്ല. ആ ആ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കരയല്ലേ, ഒന്നുമില്ല, ഒന്നുമില്ല. കഴിഞ്ഞു 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 കഴിഞ്ഞു. പോയി കളിച്ചോ. എന്താ ഇന്ന് ഇത്രയും താമസിച്ചേ? നിന്നെ കണ്ടില്ലെങ്കിൽ അന്ന് മുഴുവൻ എനിക്ക് തലവേദനയാ. നിനക്ക് വേണ്ടിയാ കാത്തു നിന്നേ. റുക്കു, എന്റെ കയ്യും നോക്കി. ഈ കയ്യല്ല, അങ്ങനെയോ? ആയുസ് കുറവാ. ആയുർരേഖ മുറിഞ്ഞിട്ടുമുണ്ട്. ഒരു പെണ്ണിന്റെ കൈകൊണ്ടാ മരണം. അതെന്റെ കൈകൊണ്ടും ആകാം. കളിയാക്കുവാണോ? റുക്കു പറഞ്ഞതാ. കാളിദാസന്റെ കവിതയൊക്കെ പോട്ടെ, നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ശരി, ഇത് കേട്ടു നോക്ക്. പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡാ സൗഖ്യമാ, നീയും നാനും ഇരിക്കുമിടത്തിലിരുന്നാൽ എല്ലാം സൗഖ്യമേ. ഗരുഡൻ സൊന്നത്.
ഇത് കണ്ണദാസന്റെ കവിതയല്ലേ? അങ്ങനെയാ? കണ്ണദാസൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ? എന്താ ഇതിങ്ങനെ? ഞാൻ എന്തെഴുതിയാലും എനിക്ക് മുമ്പേ ആരോ കട്ടെടുക്കുന്നല്ലോ. ശരി, എന്നാ ഞാൻ പോട്ടെ. പോകുന്ന പോക്ക് കണ്ടോ, കുരങ്ങിന്റെ പോലെ തീ പിടിച്ച പോലെ. ആ പെണ്ണ് വരാൻ നേരമായി, അതാ. എല്ലാവരും പറയുന്നു ഇവളുടെ മനസ്സിൽ കരിങ്കല്ലാണെന്ന്. ഞാൻ കണ്ടത് കല്ലല്ല, കരിമ്പാണ്. കരിമ്പ് തന്നെ. എല്ലാവർക്കും എല്ലാം നന്മയുണ്ടാകട്ടെ. ദാ വരുന്നു കരിമ്പ്. ആ ഹനുമാൻ പൂജാരിയുടെ ശല്യം കഴിഞ്ഞപ്പോ ദേ ഇരിക്കുന്നു ഒരുത്തൻ. അടുത്ത ശല്യം. ആ തരുവോ? പ്രസാദം തരുവോ? ആ ചന്ദനം നല്ല തണുപ്പ്. നിന്റെ വിരൽ തൊട്ടതുകൊണ്ട്. എന്റെ വിരലിനെന്ത് ഇത്ര പ്രത്യേകത? അഴകുള്ള പെൺകുട്ടികൾ തൊട്ടാലേ ചന്ദനത്തിന് തണുപ്പേറും. ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണോ? ആ മാഷേ, നിങ്ങൾ കവിത എഴുതാൻ പഠിപ്പിച്ചു തന്നതാരാ? എന്തിനാ ചോദിക്കുന്നേ? ചന്ദ്രനില് കുണ്ടും കുഴിയുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ മുഖം അങ്ങനെയാണെന്നാണോ പറയുന്നേ? അതെ അതെ, നീ പറഞ്ഞത് കറക്റ്റാ. നീ ഭാവി പറയുന്നവള് മാത്രമല്ല, കവിതയും ജ്ഞാനവുമുണ്ട്. അങ്ങനെ തന്നെ. എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഒരു ദിവസം സാവകാശം നിന്റെ വീട്ടിൽ വന്ന് വ്യാകരണത്തെക്കുറിച്ച് സംസാരിക്കാം. കുഴപ്പമില്ലല്ലോ? ഒരു പ്രശ്നമില്ല മാഷേ. എപ്പോഴാ വരുന്നേ? എപ്പ വരും? എനിക്ക് ഇപ്പോ സമയമില്ല. സ്കൂളിൽ പോകാനുള്ള നേരമായി. ഇത് കരിമ്പല്ല, കരിങ്കല്ല. വെറുതെ അല്ല ഇവിടെ നാഗപ്പാമ്പെന്ന് പറയുന്നു. ഇവനൊക്കെ ഒരു മാഷ്. ഇനി വേറൊരുത്തനുണ്ട്, നരിയ മുനിയാണ്ടി. ജയിലിലുള്ള ആ കാലമാടൻ എപ്പോ വരുവോ? ജയിലിലെങ്ങനെ അസുഖമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. എന്തായാലും അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. എന്ത് ചെയ്യാൻ പോവാ അവളെ? അവളെ പിച്ച് ചീന്തി പറിച്ച് കീറിക്കളയും ഞാൻ. അതിനാ ഞാൻ വന്നേ. ഇപ്പൊ കണ്ടോ? ധൈര്യമായിട്ട് കണ്ടോ, ആരും പേടിക്കണ്ട. ഇത് നിങ്ങളെ ഒന്നും ചെയ്യില്ല. കൈ പിടിച്ച് നോക്കിയോ, ഒന്നും ചെയ്യില്ല. ധൈര്യമായിട്ട് പിടിക്ക്. എന്നാ പിടിച്ചോ. എന്തിനാ പേടിക്കുന്നേ? ഒന്നും ചെയ്യില്ല. നിങ്ങൾ പിടിക്കുന്ന വാ, വരൂ, ധൈര്യമായിട്ട് വരൂ. ആറുമുഖത്തിന് പറ്റിയ വള്ളി വന്നു. ഇവളാണ് എൻ്റെ പുതിയ വള്ളി.
കൗണ്ടർ നിങ്ങളെ പാമ്പുകളെയും കാണണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയോ? കാണാലോ. മുത്തശ്ശി കൈ ജോലിച്ച് നോക്കണോ? നോക്കണം. എവിടെ കൈ കാട്ട്. നല്ല ലക്ഷണമൊത്ത രേഖ. അങ്ങനെയാ? മുരുകൻ കോവിലിൽ പോയി പാൽക്കാവടി എടുക്കണം. നല്ല ലക്ഷണമൊത്ത രേഖ. 100 ആയുസ, അത്രേ ഉള്ളൂ. ശരി മോളെ, ഇന്നാ. ജോത്സ്യം നോക്കണോ? ജോത്സ്യം. ഈ കയ്യൊന്ന് നോക്കുമോ മോളെ? അതാണല്ലോ എന്റെ ജോലി. കാണിക്ക്. ഇതാ നോക്ക്. മുല്ലപ്പൂ പോലുണ്ട് നിന്റെ കൈ. എടുക്കട കൈ. നീ വിഷമുള്ള പാമ്പാ? അതെ, വിഷപ്പാമ്പ്, നാഗപ്പാമ്പ്. നാഗപ്പാമ്പ്? ഈ ആറുമുഖത്തിന്റെ മുന്നിൽ ഇണങ്ങാത്ത പാമ്പോ? ഇതങ്ങനത്തെ പാമ്പല്ല. കൈ എടുക്കുന്നുണ്ടോ ഇല്ലയോ? എടുക്കട കൈ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വരൂ വരൂ വരൂ, പയറിയില 10 രൂപ, പയറിയില 10 രൂപ. വരൂ വരൂ വരൂ, പയറിയില 10 രൂപ. വരൂ 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 സാർ, വരൂ. പയർ വാങ്ങിയിട്ട് പോ സാർ. 10 രൂപ ഉള്ളൂ, 10 രൂപ ഉള്ളൂ. വരൂ സാർ, വരൂ. വരൂ സാർ, 10 രൂപ ഉള്ളൂ. വരൂ സാർ, വരൂ സാർ. ഇപ്പൊ കാണിച്ചു തരാടാ. ഇട്ടോണ്ടില്ലേ? നീ ഇടണ്ട, ഇട്. ആറുമുഖോ എപ്പോഴാ വന്നേ? ഇന്നാ വന്ന്. കയ്യിലെന്താ ഒരു കെട്ട്? അതിന് നിനക്കെന്താ? ചീട്ടിടേ. കണ്ട പരദേശികളോടൊക്കെ നമ്മളെന്തിനാണ് മിണ്ടാൻ നിൽക്കുന്നേ? പെട്ടെന്ന് ചീട്ടറാ. ആരടാ പരദേശി? ഉണ സംസാരിച്ച് ശല്യം ചെയ്യാതെ പോടാ തെണ്ടി. ആരടാ തെണ്ടി? ആരോടാണ് നീ കളിക്കുന്നേ? എന്നോടാണ് നിന്റെ കളി? ഇതെന്റെ നാട്. മോനെ നിന്നെ പൊളന്നു തള്ളും. എന്നെ പറ്റി അറിയില്ലെങ്കിൽ ഇവന്മാരോട് ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. പോടാ. ഇതൊന്നും ആവുന്നില്ലല്ലോടാ. എന്താടാ തലയ്ക്ക് പിടിക്കുന്നില്ലല്ലോ? എടാ ഒഴിക്കാനല്ലേ പറഞ്ഞേ? പടാ പടാ കുടിക്കുന്ന വരെയുള്ള ഡയലോഗല്ലേ ഉള്ളു, അത് കഴിഞ്ഞിട്ടില്ലല്ലോ. ആറുമുഖോ കണ്ടിട്ട് കുറെ നാളായല്ലോ. എപ്പോഴാ വന്നേ? എടാ കയ്യിലെന്താ ഒരു കെട്ട്? പാമ്പുല്ലാം കടിച്ചോ? കടിച്ചത് പാമ്പല്ല, ഒരു പെൺപാമ്പാ കടിച്ചത്. എന്താ പെൺപാമ്പോ? മനസ്സിലാവുമല്ലോ, പറ. എന്തോ പറയാനാ, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് കള്ളാണോ അതോ കഞ്ഞിവെള്ളോ? ആര് കുടിക്കൂടാ ഇത്? അതേടാ
കുടിച്ച് തലേ കയറി അങ്ങനെ നീ അങ്ങനെ പറയത്തുള്ളൂ. കാശെടുക്കടാ. തലയ്ക്ക് പിടിച്ചെന്നോ? ഒരു പുണ്ണാക്കും പിടിച്ചില്ല. ആ, ഓഹോ, ഓസിന് കുടിക്കാന്ന് വിചാരിച്ചല്ലേ? കാശെടുക്കടാ. പൈസ നിന്റെ അപ്പൂപ്പിന്റെ അടുത്ത് ചോദിച്ചു. ഓസിന് കുടിക്കാൻ വന്നിട്ട് പണം ചോദിച്ചപ്പോ തന്തയ്ക്ക് വിളിക്കണം. നീ വാ ആറുമുഖം. കാണാടാ. പോടാ പോടാ. പോ നാണമില്ലാത്തവനെ പോ. രാജമ്മേ, എന്താ ചേട്ടാ? നിന്റെ അറുമുഖം വന്നിട്ടുണ്ട്. സത്യമായിട്ടും? നന്നായിട്ട് കഴിച്ചിട്ടാ വന്നേക്കുന്നേ. അയ്യോ, അങ്ങനെയാണെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാവുമല്ലോ. വേണമെങ്കിൽ നീ തന്നെ പോയി നോക്ക്, ഞാൻ പോവാ. ആറുമുഖം, 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 എഴുന്നേക്ക്. ആറുമുഖം, ആറുമുഖം. എന്താ ശാന്തി, നീയോ? റുക്ക് നില്ലേ, ആ നരിയ മുനിയാണ്ടി വേലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. നീ അറിഞ്ഞില്ലേ? രണ്ടിലൊന്നും അറിയാൻ വേണ്ടിയാ അവൻ വന്നേക്കുന്നേ. അവൻ എന്താ രണ്ട് കൊമ്പുണ്ടോ? അതല്ല, നീ എന്തു പറഞ്ഞാലും നീ ഒരു പെണ്ണാ. ആ മുനിയാണ്ടി ഒരു മുരടനാ. നിനക്ക് എത്ര കാലം ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും? അനാഥയ്ക്ക് ഭഗവാൻ തുണ. ഒരു വീടായ ഒരു ആൺതുണ വേണം. നിനക്കുള്ളതോ ഒരേ ഒരു അനിയൻ, അതും അവനൊരു പൊട്ടൻ. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തലയ്ക്ക് മീതെ വെള്ളം വന്ന അതിനും മീതെ വള്ളം. അതറിയില്ലേ തനിക്ക്? അതെല്ലാം വെറുതെ. ഞാൻ പറയുന്നത് കേക്ക് റുക്കൂ. നിനക്ക് മുനിയാണ്ടിയോട് പിടിച്ചു നിൽക്കണമെങ്കിൽ നിനക്ക് തുണയായിട്ട് വീരനായിട്ടുള്ളൊരാണ് വേണം. ധീരനായിട്ടൊരാണ് വേണമെന്ന്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ആര്? സാക്ഷാൽ ഞാൻ തന്നെ. അയ്യോ, നീ അങ്ങനെയല്ലേ വെറും സാധാരണക്കാരനാക്കല്ലേ റുക്കു. റുക്കു, ഒരു ചെറിയ ഉപകാരം ചെയ്യാന്ന് ചോദിച്ചാ അതിന് സമ്മതിക്കത്തില്ലല്ലേ? ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോയ എന്താ അതിനർത്ഥം? നിക്ക് റുക്കു.
ഇതിനെന്താ വില? 10 രൂപ. അയ്യോ, എത്രയായി? പറ, ഇതിനെന്താ വില? 10 രൂപ എന്ന് പറഞ്ഞില്ലേ? ഇതിന് 10 രൂപയോ? ആ എന്തിനു മാധവി? എന്തേ മോനെ? വൈകിട്ട് ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. വാന്നേ, ഏടാണ്? ഞാൻ കാത്തിരിക്കും. വേണ്ട, വില കുറച്ച് കൂടുതലാണല്ലോ. പഴയ വില തന്നെ. അതിന് എന്തിനു ഇതൊക്കെ സുഖാണാ? സുഖമാണെങ്കിൽ എന്റെ ദേഷ്യത്തിൽ ഒരു അഴകുണ്ടല്ലേ, നോക്ക് ആ നുണക്കുഴിയുടെ അഴക്. കുറച്ച് ഇറച്ചി എടുക്കട്ടെ മാനെ. നിന്റെ ഇറച്ചി നിന്റെ അച്ഛന്റെ ചാക്കാലയ്ക്ക് കൊടുക്ക്. ഞാൻ ഉദ്ദേശിച്ച ഇറച്ചി വേറെ. ഇപ്പം മനസ്സിലായ മാനെ. നരിമടയിൽ വന്ന് നരിയെ വെല്ലുവിളിക്കാൻ വന്നു. അവളുടെ ധൈര്യം അതാ എനിക്ക് ഇഷ്ടപ്പെട്ടെ. അതാണ് റുക്കു. ഈ നരിയുടെ കളികളൊന്നും അവളോട് വേണ്ട. കാണാടി, ഇങ്ങോട്ട് പോകൂ. നല്ലതുപോലെ കാച്ചി പദം പരത്തി തന്നിരിക്കുക. ഈ മുനിയാണ്ടിയുടെ തല കൊയ്യാൻ വേണ്ടിയാണോ? ഒരുത്തി അതിനു വേണ്ടി നോക്കണ്ട. നിങ്ങളും ആളത്ര മോശമൊന്നും അല്ല. വെറുതെ ആണോ നരിയ മുനിയാണ്ടിന്ന് പേര്? വഴുതനങ്ങ 50 പൈസ, സവാള 4 രൂപ. അതുകൂടാതെ ഞാൻ എന്താ? പിന്നെ വേണ്ട വേണ്ട, അതിനുള്ള സമയമായില്ല. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ ആ ചായക്കടക്കാരൻ മാധവനെ തല്ലി. നിനക്കെന്ത് ധൈര്യം ഉണ്ടാട്ടാടാ എന്റെ നാട്ടിലേക്ക് വന്നത്? ഈ നാട്ടിലേക്ക് വന്നതും പോരാഞ്ഞ് ഈ നാട്ടിലെ പെണ്ണുങ്ങളെ പഞ്ചാരടിക്കുന്നോടാ. നിന്നെ അടിച്ചു കൊന്നുകളെ ഞാൻ. സൂക്ഷിച്ചോ. അയ്യോ, ഇനി ഞാൻ ഇതുപോലെ ചെയ്യൂലണ്ട. നീ സാക്ഷി പറഞ്ഞതുകൊണ്ടാ ഞാൻ 6 മാസം അകത്ത് കിടന്നത്. സത്യം പറഞ്ഞാ നിന്റെ കഴുത്ത് കടിച്ച് രക്തം കുടിക്കണമെന്നാ ഞാൻ കരുതിയേ. പക്ഷേ ഈ ഭംഗിയുള്ള മുഖം ഓർമ്മ വന്നപ്പോ, ഈ ശരീരത്തിൽ തുടിപ്പ് കണ്ടപ്പോ, അതെ അതാണ് വിഷയം. ഈ ശരീരമാണ് എനിക്ക് വേണ്ടത്. ഒരു രാത്രി മതി, അതോടെ പഴയതെല്ലാം ഞാൻ മറക്കാം. ഇല്ലെങ്കിൽ ഈ നാട്ടിലെ നിന്നെ ഞാൻ ജീവിക്കാൻ നീ സമ്മതിക്കില്ല. എന്നെ വിഴുങ്ങുവോ? ചെയ്യാൻ പോണത് പറഞ്ഞു കേൾക്കണോ മുത്തേ? രാവിലെ നീ ആലയിൽ വന്നത് എൻ്റെ ജോലിക്കാര്യത്തിനാ. അതുകൊണ്ടാ ഞാൻ നിന്നെ വെറുതെ വിട്ടെ. ഇനിയും കുറച്ച് നാൾ ഞാൻ കാത്തിരിക്കും. തീരുമാനം നിന്റെ കയ്യിലാ ഉള്ളത്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അതായത് ഈ കവിതയുടെ അർത്ഥം എന്താന്ന് വെച്ചാൽ, കവി പറയുകയാണ്, ആസന്ന മരണത്തിൽ കിടക്കുന്ന ഭൂമിക്ക് അവസാനമായി ആത്മശാന്തി നേരുന്നു എന്നാണ്. മനസ്സിലായോ? ഇത് നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്കായി ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം എന്ന് കവി സ്നേഹത്തോടെ ഭൂമിയോട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളും ഭൂമിയെ സ്നേഹിക്കണം. ഇന്ന് ഇത്രയും മതി.
അമ്മിണിക്കിളി, അമ്മിണിക്കിളി എവിടെ പോയതാ? അമ്മിണികള് വന്നില്ല മോനെ? ഇല്ല ചേച്ചി, ഞാൻ എല്ലാ മരത്തിലും അന്വേഷിച്ചു നോക്കി. അമ്മിണി എനിക്ക് കിട്ടില്ല ചേച്ചി. അതൊക്കെ പോട്ടെ, ചേച്ചി നിനക്ക് എന്താ കൊണ്ടുവന്നത് നോക്കി. നോക്കി ചേച്ചി ഈ കിളിയെ. അത് പറഞ്ഞോട്ടെ, അവക്ക് നിന്നോട് അസൂയ മോനെ. ഈ കള്ളത്തത്തനെ ഞാൻ കൊല്ലും. എനിക്ക് അമ്മിണിനെ മാത്രം മതി. ഒച്ചോ, അങ്ങനെ പറയില്ല മോനെ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. ആ നകുലിനെ കണ്ട ഗുണ എവിടെ പോയെന്ന് അറിയില്ല അണ്ണാ. എടാ അണ്ണാ, നകുലിനെ കണ്ടോടാ? ഇല്ലണ്ണ, എന്നെ വിട്ടേക്കണേ. എഴുന്നേക്കടാ. എന്താ നിങ്ങൾ ഈ ചെക്കൻ ഇങ്ങനെ അടിക്കുന്നേ? നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഇവൻ എന്റെ കാശ് മുട്ടിച്ചോണ്ട് പോയി. ഇല്ല, എനിക്കറിയില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ശെങ്കുട്ടനോട് ചോദിക്കും. നീയും നിന്റെ ഒരു ശെങ്കുട്ടവനും. നിന്നെ പറ്റിയൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? ഒന്നും അറിയാത്തൊരു കൊച്ചിനെ പിടിച്ചടിച്ചിട്ട്. ഇതുകൊണ്ടേ അകത്ത് വെക്ക്. ശരി അമ്മേ. എന്താണോ കള്ളു കുടിച്ചിട്ട് വന്നിരിക്കണോ? അയ്യോ അമ്മേ,
എന്തൊരു വിധിയായത് കൊല്ലണം. അമ്മേ 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 കൊല്ല്, എന്നെ കൊല്ല്. അമ്മേ അയ്യോ, പെൺകുഞ്ഞ് പിന്നെ ഉണ്ടായല്ലോ. ഞാനിനി എന്ത് ചെയ്യും? ഭഗവാനേ, ദൈവമേ, ഞാനിനി എന്ത് ചെയ്യുവേ? എന്നെ പരീക്ഷിക്കുവാണോ? അയ്യോ ഭഗവാനേ, അവൻ വരുമ്പോ ഇനി എന്തോ പറയോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ? പിന്നെ പെൺപിശാചിനെ പ്രസവിച്ചല്ലേടി? എല്ലാ ജീവനോളം വിട്ടത് എന്റെ തെറ്റാടി. എന്തിനാണ് എന്റെ മോളെ ഇങ്ങനെ തല്ലുന്നത്? ഇപ്പൊ വരോട്ടോ. ചക്കരക്ക് വിശക്കുന്നുണ്ടോ? കരയല്ലേ. ആ, വ്യാധികൾക്ക് മരുന്ന് പലത്, എന്നാൽ കാമപരവശർക്ക് മരുന്നൊന്നേ. ഒന്നും മനസ്സിലായില്ല. ഇതിന്റെ അർത്ഥം എന്താ മാഷേ? അതായത് എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. പരവശം മൂത്തു പിടിവിട്ട കാമുകർക്ക് ഇവൾ താൻ മരുന്ന്. അതിന് രുക്കുമല്ലേ നല്ല മരുന്ന്. എല്ലാം പോയി, കൊണ്ടുവാ. അവൻ വന്നിട്ടുണ്ട്. ആര്? അവൻ തന്നെ, ആ പാമ്പാട്ടി അറുമുഖൻ. അവനോ? ആ, അവൻ തിരിച്ചു വന്നോ? ആ. വന്നല്ലേ? അതെ. എന്തിനു വേണ്ടിയാ? നിന്നെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. മറക്കണമെന്ന് വിചാരിച്ചു. നിന്നെ മാത്രമല്ല, നീ കാരണം ഉണ്ടായ അപമാനവും. പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ പാമ്പ് എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ അതിൻ്റെ മുഖത്ത് നിന്റെ മുഖം കണ്ടു. അവസാനം ഒരു കാര്യം മനസ്സിലായി, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന്.
എങ്ങനെ വിശ്വസിക്കും? തെളിവ് വേണോ? വേണ്ട, നാളെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വാ. ഇപ്പൊ തന്നെ 6 മാസം ജയിലിൽ കിടന്നെങ്കിൽ എന്താ? നിങ്ങളെപ്പോഴും സിംഹമല്ലേ, സിംഹം. അതാ അവൻ തന്നെ. എനിക്കെന്താ ഒഴിക്കടാ. മതി. എന്താടാ? എന്താ പറയണേ? ഒന്നും മനസ്സിലാവുന്നില്ല. അതാ പറഞ്ഞ ശരിയാ. അവളെ ഇവിടെ കിട്ടാ അവളങ്ങ് അടിച്ചേ. അതെ, വിടാൻ പാടില്ല. എനിക്കിപ്പോ വിടാനേ പാടില്ല. അങ്ങനെ തന്നെ കുറച്ചുകൂടി അവക്കിട്ടൊരു പണി. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം നിന്റെ ചേച്ചിക്ക് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് നിനക്ക് അങ്ങനെ വരുമെന്ന് പറയുന്നത് തെറ്റാ. ആ പാമ്പാട്ടി നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പേടിക്കണ്ട. എണീക്കടാ, ഞാനിവിടെ മുറച്ചിറക്കണടാ. എന്താടാ ഈ പെണ്ണിനെ നശിപ്പിക്കാൻ നോക്കുന്നോ? ജീവൻ വേണമെങ്കിൽ മര്യാദക്ക് വീണ സാധനമൊക്കെ എടുത്തോണ്ട് പൊക്കോ. പറഞ്ഞു കേട്ടില്ലേ? എടാ നീ വീട്ടിൽ പോടി പോ. കനകമ്മേ കനകമ്മേ, ഇന്ന് രാത്രി എന്ത് ശബ്ദം? കാത് രണ്ടും ഇക്ലിയാടി, കണ്ടുപിടി എന്ത് ശബ്ദം? ഓ ഓ ലക്ഷണം വീടിന് മുന്നിൽ വെച്ചാണോ ഈ പണി? ഓടിയാത്ത നായെ പോവാൻ പറഞ്ഞില്ലേ?
അടിക്കല്ലേ അടിക്കല്ലേ ചേട്ടാ, അടിക്കല്ലേ അടിക്കല്ലേ ചേട്ടാ. ഞാൻ ഇല്ലാത്ത സമയത്ത് ആ മാരിമുത്തുവിന്റെ കൂടെ എന്താടി ഒരു സംസാരം? ചേട്ടാ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. നിനക്കൊക്കെ എന്തിനാണ് ഈ താലി? എന്ത് ചെയ്യാൻ പോവാന്ന് നോക്കിയോ? എന്നെ വിട്ടേക്ക് ചേട്ടാ. ഒന്നൂടെ നിന്റെ ഭാര്യ ഇനി എന്റെ ആടാ. പഴനി, ഒരാണ് ഒരു കാലത്തും വാക്ക് തെറ്റിക്കാൻ പാടില്ല. എന്നാ എന്റെ ഭാര്യ എടുത്തോ. എണീക്ക് അങ്ങോട്ട്, എണീറ്റ് പാടി. എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നതിനോട് പൊക്കോ. ഇങ്ങോട്ട് വാടി, വീട്ടിൽ പോയി സംസാരിക്കാം. ഞാൻ നിങ്ങളോട് ഇരിക്കില്ല ഇനി. ഞാൻ പോവാ. ഞാൻ പോവില്ല. അറുമുഖം, അറുമുഖം, ആറുമുഖം, 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 ആറുമുഖം. നിങ്ങളാരാ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ പഴയ കൂട്ടുകാരൻ വെള്ളസ്വാമി. വെള്ളസ്വാമിയോ? ആ, മനസ്സിലായതേ ഇല്ല. എന്നോട് ക്ഷമിക്കടാ. എന്നെ ചതിച്ചത് നീയല്ല, എൻ്റെ ഭാര്യ തന്നെയാ. ആറുമുഖം, നീ പറഞ്ഞത് ശരിയാ. ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കാനേ പാടില്ല. അങ്ങനെ പറയരുത്. നല്ല പെണ്ണുങ്ങളും ഉണ്ട് ഈ ലോകത്ത്, എൻ്റെ റുക്കുവിനെ പോലെ. കാണിച്ചു തരുമോ? കാണിക്ക. ഭാര്യമ്മയുടെ അനുഗ്രഹം കിട്ടും. കാണിച്ചു തരുമോ? കാണിക്ക. ഭാര്യമ്മയുടെ അനുഗ്രഹം കിട്ടും. കാണിച്ചു തരുമോ? കാണിക്ക. ആരാ? ആരാ അത്? ഞാനാ കുപ്പണ്ണ, ഹനുമാൻ സേവകൻ ചെങ്കുട്ടവൻ. നിങ്ങളാണോ? അതെ അതെ. നിങ്ങളോടൊരു രഹസ്യം പറയാം. അടുത്തോട്ട് വാ. ആ വാസമാശുവിനും റുക്കുവിനും അവിഹിത ബന്ധമുണ്ട്. സത്യം. എല്ലാവർക്കും അറിയാന്ന, നിങ്ങളുടെ ഉള്ള അറിയാൻ എന്നും രാത്രി അവര് കാണുന്ന. കാണിച്ചു തരുമോ? കാണിക്കാം. ഭാര്യമ്മയുടെ അനുഗ്രഹം കിട്ടും. എന്തായി? ഞാൻ നോക്കട്ടെ. ഒന്നുകൂടെ നോക്കട്ടെ.
എന്താ അറുമുഖം? അപ്പൊ നീ ഇവിടെ നിന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് ഈ നാട്ടുകാരൻ തന്നെ അവൻ തീരുമാനിച്ചോ? റുക്കു സൂപ്പർ പെണ്ണാ. പക്ഷെ നമ്മുടെ ആ വാസമാഷുണ്ടല്ലോ, അയാളും രുക്കും തമ്മിൽ എന്തോ അവിഹിതം ഉണ്ടെന്ന് നാട്ടിലൊരു സംസാരം ഉണ്ട്. സത്യമാണോ കള്ളമാണോന്ന് എനിക്കറിയത്തില്ല. നീ പറയുന്ന കള്ളമാണെങ്കിൽ നിന്നെ കൊന്നു തരടാ പട്ടി. എന്നെ ഒന്നും ചെയ്യല്ലേ അറുമുഖം. അത് പിന്നെ റുക്കുനെന്താ? നീ വിഷമിക്കാതെ അറുമുഖ, ഇതൊരു അവസാനിച്ച അധ്യായ. നീ റുക്കുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും വേണ്ടെന്ന് അവൾ എന്നോട് തീർത്ത് പറഞ്ഞു. എന്നാലും നീ ഇങ്ങോട്ട് നോക്കിക്കേ, എച്ചിലാണെങ്കിലും പായസത്തിന് മധുരം കുറവുണ്ടാകില്ല. എന്താ നടക്കുന്ന ഇവിടെ? താലി കെട്ടാൻ പോകുന്നവനെ വഞ്ചിച്ചിട്ട് വേറൊരുത്തിന് പാവിരിച്ചു കൊടുക്കുന്നോടി. അതേടാ, അവൻ എന്റെ കള്ള കാമുകൻ തന്നെയാ. ഇതുവരെ നീ എന്റെ കഴുത്തിൽ താലിയൊന്നും കെട്ടിട്ടില്ലല്ലോ. അതുവരെ എന്റെ ശരീരം എനിക്ക് മാത്രം സ്വന്തം. എന്റെ ശരീരം എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ എന്ത് വേണേലും ചെയ്യും. ഇനി എനിക്ക് നിന്റെ താലി ആവശ്യമില്ലടാ. ഇനി ഞാൻ ആരുടെ മുൻപിലും കഴുത്ത് നീട്ടാൻ പോലില്ല. എന്തായാലും നീ റുക്കുവിനെ മോശമായി കാണാൻ പാടില്ലായിരുന്നു. അവൾ എത്ര നല്ല പെണ്ണാണെന്നറിയോ? അപ്പോ ഒന്ന് ദേഷ്യത്തിന് ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ലക്ഷ്യം അവളെ തോൽപ്പിക്കണം എന്ന് മാത്രമായിരുന്നു. ഇപ്പോഴും ഞാൻ തോറ്റുപോയി. ഇത്രയും കാലം സ്നേഹിച്ചത് എൻ്റെ പാമ്പുകളെ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ റുക്കു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. വാ 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 വാ. അന്നെ കൈ നോക്ക് നോക്ക്. ലക്ഷണമുത്ത കൈ. എന്റെ നോക്ക്. നിങ്ങളുടെ കൈ ഗംഭീരായിട്ടുണ്ട്. ഭാഗ്യരേഖ ഇങ്ങനെ വന്ന പിന്നെ ആഹാരത്തിന് പഞ്ഞ ഉണ്ടാവില്ല. മതി, എടുത്ത് മരണോ ഇനി എന്റെ നിങ്ങളുടെ കൈ എന്റെ കൈ നോക്ക്. ശരി, നിങ്ങളുടെ കൈ നന്നായിട്ടുണ്ട്. പിന്നെ വിട്.
എഴുന്നേക്ക്. പയ്യെ. ആ റുക്കു എങ്ങനെയെങ്കിലും നമ്മുടെ കൈപ്പിടി വരണം. കറക്റ്റ്. ഇതിലൊഴിയടാ. ഒരുപാട് നന്ദി. എനിക്കൊഴി, ഞാൻ കുടിക്കാം. മതി മതി. ആറുമുഖം നാഗപ്പാമ്പനെ വിട്ട് നിന്നെ കൊന്നുകളയും. സൂക്ഷിച്ചോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ. വേണ്ട, എന്നെ കൊല്ലല്ലേ, വേണ്ട, എന്നെ കൊല്ലല്ലേ. അറുമുഖ, ഒരു പുതിയ പാമ്പ് നിന്റെ കയ്യിൽ വന്നപ്പോ നീ പഴയ പാമ്പുകളെയൊക്കെ മറന്നുപോയോ? എത്ര ദിവസമായി ആ പുതിയ പെണ്ണിന്റെ വീട്ടില് കൂടുകളിൽ അടച്ചു വെച്ച് പട്ടിണിക്കിട്ടേക്കുന്നു. നിന്റെ തൊഴിലെല്ലാം നീ മറന്നുപോയോ? തൊഴിലെല്ലാം നീ മറന്നുപോയോ? തൊഴിലെല്ലാം നീ മറന്നുപോയോടാ? നമ്മുടെ കുലത്തിന്റെ കടമ നിറവേറ്റേണ്ടവൻ, നമ്മുടെ കുലത്തെ രക്ഷിക്കേണ്ടവൻ. ഇല്ല, നിന്നെ ഞാൻ കൊല്ലത്തില്ല. എന്റെ റുക്കുവിന്റെ കൂടെ പറഞ്ഞ അനിയനാ നീ. അറുമുഖം, അറുമുഖം, അറുമുഖം. നീല, അറുമുഖ, അറുമുഖ. അറുമുഖ, അറുമുഖ. അറുമുഖ, ഞാൻ തെറ്റിയത് പോയി. നിങ്ങൾക്ക് ഞാൻ ദ്രോഹം ചെയ്തു. നിങ്ങളെ അശ്രദ്ധിച്ചില്ല. എന്നോട് ക്ഷമിക്കും. ഞാൻ തെറ്റിയത് പോയി. നിങ്ങളോട് ഞാൻ തെറ്റിയത് പോയി. എന്നോട് ദേവിയെ ക്ഷമിക്കുക. എന്നോട് ക്ഷമിക്കുക. അറുമുഖ, ക്ഷമിക്കുക, ക്ഷമിക്കുക.
ജോത്സ്യം നോക്കണോ ജോത്സ്യം? കൈരേഖ ജോത്സ്യം നോക്കണോ? വന്നോളൂ. നിങ്ങളുടെ മുഖം നോക്കി പറയും, നിങ്ങളുടെ ലക്ഷണം നോക്കി പറയും. ജോത്സ്യം നോക്കണോ? വന്നോളൂ. കൈരേഖ ജോത്സ്യം നോക്കും.